ആഘോഷങ്ങളെ കുറിച്ച് നമ്മൾ കാണാതെ പോകുന്നത്. ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ PG ചെയ്തത്. PG ചെയ്യുന്ന സമയത്ത് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ റെഗുലറായിട്ട് വരുന്നത് ഭൂരിഭാഗവും ഗേൾസ് ആണ്. ഞാനും പിന്നെ ഒരു ബോയ് മാത്രമേ ക്ലാസ്സിലുള്ളൂ. അദ്ദേഹം ഒരു പള്ളിയിലാച്ചനായതുകൊണ്ട് എപ്പോഴെങ്കിലും ക്ലാസ്സിൽ വരുള്ളൂ. അപ്പൊ എനിക്ക് ടെൻഷനായിരുന്നു, ഞാനെങ്ങനെ പുറത്തു പോകും, ആരും എനിക്ക് ഭക്ഷണം വാരി തരുമെന്നൊക്കെ. അങ്ങനെ ലഞ്ച് ബ്രേക്കിന്റെ സമയമായപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരികളോട് പറഞ്ഞു, ഞാനെങ്ങനെ ഭക്ഷണം കഴിക്കും, ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് മാറാൻ പോവാന്നൊക്കെ. അപ്പൊ അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബുദ്ധിമുട്ടണ്ട, ടെൻഷൻ ആവണ്ട, ഞങ്ങളൊക്കെ സഹായിച്ചോളാം. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. ഒരുപക്ഷെ അത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ ചേട്ടന്മാർക്കും എന്നോട് അസൂയ തോന്നാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് സ്വന്തം കൈ കൊണ്ടാണല്ലേ. പക്ഷെ 2 വർഷം ഞാൻ ഭക്ഷണം കഴിച്ചത് 26 പെൺകുട്ടികളുടെ കൈകൊണ്ടാണ്. അത്രയും പെൺകുട്ടികളുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച ആൺകുട്ടികളൊന്നും ലോകത്ത് എവിടെ ഉണ്ടാവില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരാൾക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവില്ല. 25 വയസ്സ് കഴിഞ്ഞു, 26ാമത്തെ വയസ്സിലേക്ക് പോവാണ്. ഇപ്പോഴും എൻ്റെ ഉപ്പ എന്നെ എടുത്ത് നടക്കാറുണ്ട്, എൻ്റെ അനിയൻ എന്നെ എടുത്ത് നടക്കാറുണ്ട്, എൻ്റെ ഭാര്യ എന്നെ എടുത്ത് നടക്കാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും? എങ്ങനെ കൂട്ടി കുറച്ച് നോക്കിയാൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളേ ഉള്ളൂ. ആ നേട്ടങ്ങൾ നമ്മൾ കാണുന്നില്ല എന്നാണ് സത്യം. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, ഞാൻ PG വരെ പഠിച്ചിട്ടും ഒരു അധ്യാപകനും പോലും എന്നെ അടിച്ചിട്ടില്ല എന്ന്. അത് ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി ആയതുകൊണ്ടല്ല. അത്യാവശ്യം മോശം കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ പഠിക്കാതെ വരിക, ഹോംവർക്ക് ചെയ്യാതെ വരിക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്ന. പക്ഷെ അടിക്കാൻ വേണ്ടി അധ്യാപകൻ കൈ നീട്ടാൻ പറയുമ്പോൾ ഞാൻ അധ്യാപകനോട് ഒരു കണ്ടീഷൻ വെക്കും. എന്താണെന്നറിയോ? എന്നെ അടിക്കുന്ന സമയത്ത് സാധാരണ കുട്ടികൾ അടിക്കുന്ന അത്രയും ഡിസ്റ്റൻസിലെ വടി വീശാൻ പാടുള്ളൂ, എന്റെ മുഖത്ത് വടി തട്ടാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കൈ നീട്ടി കൊടുത്ത അധ്യാപകൻ അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ കൈയും കൈയിനപ്പുറത്തേക്ക് അങ്ങ് പോകും അടി, അല്ലേ? അപ്പൊ ഒരിക്കലും എന്റെ കയ്യിൽ അടി കിട്ടിയിട്ടില്ല. അപ്പൊ എങ്ങനെ നോക്കിയാലും ഒരുപാട് നേട്ടങ്ങളേ ഉള്ളൂ നമുക്ക്. അത് നമ്മൾ കാണുന്നില്ല എന്നാണ് സത്യം, അല്ലേ? അങ്ങനെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. പിന്നെ പുറത്തു പോവേണ്ടി വന്നിട്ടില്ല. പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ന ഉമ്മേനോട് കടയിലേക്ക് പോകണം, സാധനങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടില്ല, അരി പൊടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. എങ്ങനെ നോക്കിയാലും സുഖം മാത്രമേ ഉള്ളൂ. ആ സുഖത്തു കൂടി ജീവിക്കുമ്പോൾ നമ്മൾ പറയുന്നു സന്തോഷമൊന്നുമില്ലാന്ന്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളോട് ചോദിക്കുകയാണ്, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ലോകത്തിൽ ഏറ്റവും സന്തോഷമുള്ള വ്യക്തികളായിട്ടാണ് ജീവിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് മറുപടി പറയണം. ഞാൻ ഈ കഥ നേരത്തെ പറഞ്ഞതുകൊണ്ട് ആരും ആർട്ടിഫിഷ്യലായിട്ട് സന്തോഷമൊന്നും പറയരുത് കേട്ടോ. തോന്നിയിട്ടുണ്ടോ ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതെന്ന്? എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട്? ഒന്ന് കൈ ഉയർത്തി കാണിച്ച്. കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? പിന്നെ സങ്കടങ്ങളില്ലാത്ത ആരാ ഉള്ളത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് ചോദിച്ചു നോക്കി, അദ്ദേഹത്തിന് ഉണ്ടാവും സങ്കടങ്ങൾ. ഏറ്റവും വലിയ കോടീശ്വരൻ മുകേഷ് അംബാനിയോട് ചോദിച്ചു നോക്കി, അദ്ദേഹത്തിന് ഉണ്ടാവും സങ്കടങ്ങൾ. നമ്മുടെ പപ്പയോട് ചോദിച്ചു നോക്കിയേ, ബഷീറാക്കാക്ക് ഉണ്ടാവും സങ്കടങ്ങൾ. ഇവിടെ റോഡ് സൈഡിൽ പിച്ചി എടുക്കുന്ന അവരോട് ചോദിച്ചു നോക്കിയേ, അവർക്കും ഉണ്ടാവും സങ്കടങ്ങൾ. പക്ഷെ അവരൊക്കെ ചിരിക്കുന്നുണ്ട്, അല്ലേ? സങ്കടങ്ങളുള്ളവരൊക്കെ ചിരിക്കുന്നുണ്ട്. ആ ചിരിയാണ് നമുക്കും കാണിച്ചു കൊടുക്കാനുള്ളത്. എന്നിട്ട് നമ്മുടെ ആളുകൾ ചോദിക്കണം, ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും, അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം ഇപ്പൊ ഇവിടെ മുതൽ തുടങ്ങണം. അപ്പൊ എല്ലാവരും ചിരിക്കുന്നവരായിട്ട് സന്തോഷമുള്ളവരായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഇനിയും ഒരുപാട് കാലം ഈ വെളിച്ചത്തിന്റെ പ്രകാശം ഒരുപാട് ആളുകളിലേക്ക്